ഹായ് ഡിയർ സ്റ്റുഡൻസ്, ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2022 ജൂലൈയിൽ നടന്ന സെറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ പരീക്ഷ? നമുക്ക് ഇവിടുത്തെ ഇംഗ്ലീഷിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫസ്റ്റ് 35 ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. അല്ല, ഓതർ ഓഫ് വേവർലി നോവൽസ് നമുക്കറിയാലേ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സർ വാൾട്ടർ സ്കോട്ട്. കാരണം വാൾട്ടർ സ്കോട്ട് ഒരു ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റ് ആണ്. അതുപോലെ വേവർലി എന്ന് പറയുന്ന സ്ഥലത്താണ് വാൾട്ടർ സ്കോട്ടിന്റെ പല നോവൽസിനും പ്ലേസ് ആയിട്ടുള്ളത്. ഇത് പലപ്പോഴും ടോസ് അക്കാഡമിയിൽ നിന്നും കൊടുത്തിട്ടുള്ള പബ്ലിക് വീഡിയോസിന്റെ കൂടെ പല പ്രാവശ്യം മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതായിരുന്നു ഈ സർ വാൾട്ടർ സ്കോട്ടിന്റെ പേരും വേവർലി നോവൽസ് എന്ന് പറയുന്ന കാര്യവും. അതുപോലെ let's one are a few notable ode written during the romantic period. Identify the authors of this ode from list 2. ഇതും ഭയങ്കര സിമ്പിൾ ആയിരുന്നു. കാരണം നമ്മൾ റൊമാൻറ്റിക് ഏജ് പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു കീറ്റ്സിന്റെയും അതുപോലെ വേർഡ്സ്വർത്തിന്റെ ഒക്കെ ഓഡുകൾ. നമുക്ക് നോക്കാം അല്ലേ. ഫ്രാൻസ് ആൻഡ് ഓഡ് ഇറ്റ്സ് ബൈ എസ്.ടി. കോളറിഡ്ജ്. ആൻഡ് ഓഡ് ടു മെലങ്കലി ഇറ്റ്സ് ബൈ ജോൺ കീറ്റ്സ്. Ode to Duty, it's by William Wordsworth. Ode to Napoleon Bonaparte, it's Lord Byron. അടുത്തതും നമുക്ക് വളരെ പരിചയമുള്ള നമ്മുടെ സിലബസിൽ നിന്ന് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചൂസ് ദ കറക്റ്റ് കമന്റ്സ് അബൌട്ട് എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. നമ്മള് മൊഡ്യൂൾ നമ്പർ 2, അത് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 2 യൂണിറ്റ് നമ്പർ 2ന്റെ അകത്ത് റൊമാൻറ്റിക് ഏജും വിക്ടോറിയൻ ഏജും ആണുള്ളത്. അതിൽ വിക്ടോറിയൻ ഏജിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ജെ.എസ്. മില്ലിന്റെ സബ്ജുഗേഷൻ ഓഫ് വുമണും അതേപോലെ മേരി വുൾസ്റ്റോൺക്രാഫ്റ്റിന്റെ എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമണും പഠിക്കാനുണ്ട്. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ is first and foremost a treatise on education and on women's right to be educated. അത് കറക്റ്റ് ആയിരുന്നു അല്ലേ. എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ supports Tillandren's report on education submitted to French Assembly. A vindication of rights of women marks the influence of Catherine Macaulay's work, Letters on Education. Correct ആണ്. A vindication of rights of women is directly passionate response to Edward Brooke. ഇതിൽ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ choose the right chronological sequence of Jane Austen novels with regards to year of their publication. ജെയിൻ ഓസ്റ്റൻ ആകെ ഇത്രയും വർക്ക്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വർക്ക്സിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ പഠിക്കാനും ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടില്ല. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, മാൻസ്ഫീൽഡ് പാർക്ക്, എമ്മ. ഇത് കറക്റ്റ് ആ എ ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതില് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് 1811 വന്നിട്ടുള്ള ബുക്കും പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്നത് 1813 മാൻസ്ഫീൽഡ് പാർക്ക് 1814 എമ്മ 1815 വന്ന വർക്കാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. According to Matthew Arnold, is a beautiful and intellectual angel bearing its in the void its luminous wings in vain. ഇത് നമ്മൾ PB ഷെല്ലിയെ പഠിക്കുമ്പോഴും നമ്മൾ പറയുന്നതാണ്, മാത്യു ആർണൽഡിനെ പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന കുറച്ച് കൊട്ടേഷൻസും കുറച്ച് കാര്യങ്ങളിലും പെട്ടിട്ടുള്ള ഒരു കോട്ട് തന്നെയായിരുന്നു ഇത്. Who described the Victorian predicament in the following passage? Wandering between two worlds, one dead and other powerless to be born. ഇതും നമുക്കൊരു നിസ്സംശയം എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരുന്നു അല്ലെ. കാരണം എന്താണ്, അത്യാവശ്യം വിക്ടോറിയൻ ഏജുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളും പാസ്സാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മാത്യു ആർണൽഡ് തന്നെയാണ്. സോ ഈ ഒരു നമ്മൾ പറയത്തില്ലേ, ഇതാ വിക്ടോറിയൻ കോംപ്രമൈസ് അല്ലെങ്കിൽ ആ വിക്ടോറിയൻ ഡിലീമ നന്നായി തന്റെ വർക്കുകളിൽ എഴുതി ഫലിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു മാത്യു ആർണൽഡ്. ഇപ്പൊ റോബർട്ട് ബ്രൗണിങ്ങിനൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രൗണിങ് കൂടുതലായിട്ടും വേറെ കുറച്ച് കാര്യങ്ങൾ, ഡ്യൂക്ക്, ഡച്ചസസ്, അങ്ങനത്തെ കുറച്ച് തീംസും കാര്യങ്ങളിലേക്കും പോകും. ടെന്നസൺ ആണെങ്കിലും ഇതേപോലത്തെ പവർഫുൾനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ടെന്നസൺ സംസാരിച്ചിട്ടില്ല. ഈവൻ DJ റോസറ്റ് ആണ് നമുക്കറിയാലേ, ബ്ലസ്സഡ് ഡാംസൽസ് അങ്ങനത്തെ പോയിംസ് ഒക്കെയാണ് റോസറ്റ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനത്തെ കമന്റ്സ് പാസ്സാക്കി സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മാത്യു ആർണൽഡ് ആണ്. സോ ഒരു ഗസ് വർക്കിനുള്ള സ്കോപ്പും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. മാത്യു ആർണൽഡിന്റെ ഗ്രാൻഡ് ചാറ്ററിസി, അങ്ങനെയാന്ന് തോന്നുന്നു എന്റെ പ്രൊനൗൺസിയേഷൻ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ പ്രൊനൗൺസിയേഷൻ. ആ ഒരു പോയത്തിലെ ലൈനാണ് ഈ ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ, poems written by Gerard Manley Hopkins were published in 1980. നമുക്ക് ഡൗട്ട് ഫ്രീ ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു റോബർട്ട് ബ്രിഡ്ജസ് അല്ലെ. എല്ലാ വർക്ക്സും ജെറാഡ് മാൻലി ഹോപ്കിൻസിന്റെ പോയിംസ് എല്ലാം തന്നെ പബ്ലിഷ് ആക്കിയിട്ടുള്ളത് റോബർട്ട് ബ്രിഡ്ജസ് ആയിരുന്നു.
who wrote the article The Fleshly School of Poetry to criticize the pre-Raphaelite Brotherhood. Pre-Raphaelite Brotherhood എന്ന് പറയുന്ന മൂവ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഫ്ലഷ്ലി സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് റോബർട്ട് ബക്കൻഹാം ആണ്. ആൻഡ് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ജെയിൻ അയർ, ഫ്രാങ്കസ്റ്റീൻ, എസ്സേസ് ഓഫ് ഈലിയ, ഹാർഡ് ടൈംസ്. ഡൗട്ട് ഉണ്ടായിരുന്നോ? അതായത് ഈ വർക്ക്സിന്റെ റൈറ്റേഴ്സ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഈ വർക്ക്സ് എല്ലാം ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു എന്നാണ്. ജെയിൻ അയർ എന്ന വർക്ക് കൊടുത്തിട്ടുള്ളത് വില്യം താക്രേക്കും, ഫ്രാങ്കസ്റ്റീൻ മേരി ഷെല്ലിയുടെ വർക്ക് ആയിരുന്നു അല്ലെ, മേരി ഷെല്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വില്യം ഗോൾഡിനും, എസ്സേസ് ഓഫ് ഈലിയ ആർക്ക് കൊടുത്തു, എസ്.ടി. കോളറിഡ്ജിനും, ഹാർഡ് ടൈംസ് എന്ന് പറയുന്ന വർക്ക് തോമസ് കാർലേക്കുമാണ്. അതിൽ ഈ എസ്സേസ് ഓഫ് ഈലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചാൾസ് ലാമ്പും കോളറിഡ്ജും തമ്മിൽ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് ഗസ് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ആൻഡ് നമുക്ക് ഈ ക്രൊണോളജിക്കൽ ഓർഡർ ഈ പ്രാവശ്യം അധികമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ചൂസ് ദ പ്രോപ്പർ ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് മെമ്മറബിൾ ക്യാരക്ടേഴ്സ് ഫ്രം ക്ലാസിക് വിക്ടോറിയൻ പോയിട്രി. ഈ ഒരു പേജ് മുഴുവൻ എനിക്ക് തോന്നുന്നു 5 to 10 ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് വിക്ടോറിയൻ ഏജിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോയിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ഏജ് വൈസ് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ ചോദ്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും അക്കാഡമിയിലെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ്, തറവായിട്ട് യു ഹാവ് ടു ഹാവ് എ ക്ലിയർ പിക്ചർ റിഗാർഡിംഗ് ദ പീരിയഡ്സ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ പീരിയഡ്സ് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 20% ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗസ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് പീരിയഡ്സ് അറിയുവാണ്, അതിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ ബർത്ത് ഡേറ്റും വെച്ചിട്ട് നിങ്ങൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ ഇയാളാണല്ലോ ആദ്യം റൈറ്റർ, അപ്പൊ ഇയാളുടെ വർക്ക് ആയിരിക്കുമല്ലോ ആദ്യം വന്നിട്ടുണ്ടാകുക എന്നൊരു ഗസ് വർക്കിന് സ്കോപ്പ് ഉണ്ട്. നമുക്കറിയാം എല്ലാ ഡേറ്റും എല്ലാ റൈറ്റേഴ്സിന്റെ ക്യാരക്ടേഴ്സിനെയും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും ഒക്കെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഫേമസ് ആണ്. എമ്മ വുഡ്ഹൗസ്, ബെക്കി ഷാർപ്പ്, മാഗി ടൂലിവർ ആൻഡ് ബാർത്തേബ എവജി. നമുക്ക് നോക്കാം ഇത് ഓരോരുത്തരും ഏതൊക്കെ നോവലിൽ പറ്റിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എന്നും അതിനുശേഷം നമുക്ക് അവരുടെ എന്ത് നോക്കാം, അവരുടെ റൈറ്റിംഗ്സിന്റെ പബ്ലിക്കേഷൻസിന്റെ ഡേറ്റും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എമ്മ വുഡ്ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ജെയിൻ ഓസ്റ്റിന്റെ എമ്മയിലെ ക്യാരക്ടർ തന്നെയാണ് ഈ എമ്മ വുഡ്ഹൗസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതായത് ഏകദേശം എമ്മയിലെ പ്രൊട്ടാഗണിസ്റ്റ് തന്നെയായിരുന്നു ഈ എമ്മ വുഡ്ഹൗസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എമ്മ വുഡ്ഹൗസ്. ഭയങ്കര ഹാൻസം ആയിട്ടുള്ള അവരുടെ ആ ഒരു നോവലിന്റെ ഓപ്പണിംഗ് സെന്റൻസിൽ തന്നെ എമ്മയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ നോവൽസ് ഓപ്പണിംഗ് ആസ് ദ ഹാൻസം, ക്ലെവർ ആൻഡ് റിച്ച് എന്ന്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു 21-year old ഗേൾ ആയിട്ടാണ് എമ്മയെ പ്രസന്റ് ചെയ്യുന്നത്. അടുത്ത നമുക്കറിയാം ബെക്കി ഷാർപ്പ് എന്ന് പറയുന്നത് വാനിറ്റി ഫെയറിലെ ക്യാരക്ടർ ആണ് അല്ലെ. വാനിറ്റി ഫെയർ ആരുടെ വർക്കാണ്? വാനിറ്റി ഫെയർ വില്യം താക്കറയുടെ വർക്ക് ആണ്. എന്തായിരുന്നു വാനിറ്റി ഫെയറിലെ വില്യം താക്കറയുടെ ഈ വർക്കിന്റെ പ്രത്യേകത? എന്തായിരുന്നു? നോവൽ വിത്തൗട്ട് എ ഹീറോ അല്ലെ. നമ്മുടെ വാനിറ്റി ഫെയർ എന്ന് പറഞ്ഞ ടൈറ്റിൽ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ജോൺ ബെനിയന്റെ പിൽഗ്രിം പ്രോഗ്രസ്സിൽ നമ്മുടെ ക്രിസ്ത്യൻ പോകുന്ന ഒരു വഴിയിൽ എല്ലാം കിട്ടുന്ന ഒരു ചന്തയായിരുന്നു വാനിറ്റി ഫെയർ അല്ലെ. അവിടെ എന്തും വിൽക്കാനും വാങ്ങാനും പറ്റുമായിരുന്നു. ആ ഒരു ടൈറ്റിൽ നിന്നിട്ടാണ് വാനിറ്റി ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈറ്റില് വില്യം താക്കറെ അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് അതിലകത്ത് ഒരു ക്യാരക്ടർ ആയിരുന്നു ബെക്കി ഷാർപ്പ്. ബെക്കി ഷാർപ്പ് ഒരു ലേഡിയാണ്. അവര് നമ്മുടെ ഈ പറയുന്ന താക്കറയുടെ ഈ ഒരു വർക്കിലെ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്ന ഒരു ലേഡിയാണ്. ഭയങ്കര സോഷ്യൽ ക്ലൈമറും ഭയങ്കര ഫാസിനേറ്റ് ആയിട്ടുള്ള ഒരു അപ്പർ ക്ലാസ് ലേഡി ആയിട്ടാണ് ഇവരെ പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് അപ്പർ ക്ലാസ് മെനെ സെഡ്യൂസ് ചെയ്യാൻ പാകത്തിന് കപ്പാസിറ്റി ഉള്ള ഒരു ലേഡി ആയിരുന്നു ബെക്കി ഷാർപ്പ്. ആൻഡ് നെക്സ്റ്റ് മാഗി ടൂലിവർ. മാഗി ടൂലിവറെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല അല്ലെ, കാരണം മാഗി ടൂലിവർ ഏതുള്ള ക്യാരക്ടർ ആയിരുന്നു? മിൽ ഓൺ ദ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലെ ക്യാരക്ടർ ആയിരുന്നു മാഗി ടൂലിവർ. മാഗിയും ഇതേപോലെ തന്നെ ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. നമ്മുടെ ജോർജ് എലിയറ്റിന്റെ പെണ്ണേം ആണല്ലേ. അവർ ശരിക്കുമുള്ള പേരെന്താണ്? മേരി ആൻ ഇവാൻസ് എന്നാണ് അവർ ശരിക്കുള്ള പേര്. ഒരു ലേഡി ആയിരുന്നു. അതില് മിൽ ഓൺ ദി ഫ്ലോസിലെ പ്രൊട്ടാഗണിസ്റ്റ് ആയിരുന്നു നമ്മുടെ മാഗി ടൂലിവർ. ഭയങ്കര ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു മാഗി ടൂലിവർ. അടുത്ത ക്യാരക്ടറും നമ്മുടെ ബാത്ഷേബ എവർഡെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തോമസ് ആഡിയുടെ ഫാർ ഫ്രം ദി മാഡ്ലിംഗ് ക്രൗഡ് എന്ന് പറഞ്ഞുള്ള പോസ്റ്റൽ നോവലിലെ ഫിക്ഷണൽ ഒരു ഹീറോയിൻ ആയിരുന്നു ഈ പറയുന്ന ബാത്തേഷ എവർഡെയിൻ.
നമുക്ക് ഫാർ ഫ്രം ദി മാറ്റ്ലിംഗ് ക്രൗൺ, നമ്മൾ തോമസ് ആഡിയെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മീൻസ് നമ്മൾ പേര് കേട്ട് പരിചയമുള്ള ഒരു നോവലാണ്. അതേപോലെ എലിജിലിറ്റിന്റെ കൺട്രി ചേർച്ച് യാർഡ് എന്ന് പറയുന്ന പോയത്തിനകത്ത് നിന്ന് അഡോപ്റ്റ് ചെയ്ത ടൈറ്റിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാം തന്നെ ഫേമസ് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. The 11th question, identify the works written by Thomas D. Quincy. Thomas D. Quincyയുടെ ഒന്നാമത്തെ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല, കൺഫെഷൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് ഓപ്പിയം ഈറ്റർ, അത് ഡി ക്വൻസിയുടെ വർക്ക് തന്നെയായിരുന്നു. ബാക്കി വർക്കുകൾ വന്നപ്പോഴാണ് ഒരു ചെറിയ സംശയം പലർക്കും രൂപപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന്റെ വർക്ക് തന്നെയാണോ എല്ലാം, അത് ഒന്ന് രണ്ട് വർക്ക്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ കുറെ സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അതായത് കൺഫെഷൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് ഓപ്പിയം ഈറ്റർ, മർഡർ കൺസിഡേർഡ്, സുപ്പീരിയർ ഡി പ്രൊഫിൻറ്റ്വസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക് തന്നെയാണ്. അതുപോലെ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ഇമാനുവൽ കാന്റ്, ദ ഇംഗ്ലീഷ് കോർട്ട്, ലിവേന ആൻഡ് അവർ ലേഡീസ് റിക്കലക്ഷൻസ് ഓഫ് ദ ലേക്ക്, ഇതെല്ലാം ഇതുണ്ടോ ഞാൻ വായിച്ച പേരുകളെല്ലാം വന്നു. കൺഫെഷൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് ഓപ്പിയം ഈറ്റർ, ഓൺ മർഡർ കൺസിഡർ ഇതിന്റെ അകത്ത് വന്നിട്ടില്ല. സുപ്പീരിയർ ഡി പ്രൊഫിൻറ്റ്വസ് നമ്മുടെ 4ാമത്തെ ഓപ്ഷനാണ്. ലാസ്റ്റ് ഡേയ്സ് ഓഫ് ഇമാനുവൽ കാന്റ് ഓപ്ഷനിൽ വന്നിട്ടില്ല. ദ മെയിൽ കോച്ച് വന്നിട്ടുണ്ട്, ഓപ്ഷൻ 3 ആണ്. അതുപോലെ ലിവാന ആൻഡ് അവർ ലേഡീസ് ഓഫ് സോറോസ്, പിന്നെ റിക്കലക്ഷൻസ് ഓഫ് ദ ലേക്സ് ആൻഡ് ദ ലേക്ക് പോയിറ്റ്സ്, അതും തോമസ് ഡി ക്വൻസിയുടെ വർക്ക് തന്നെയാണ്. അതായത് ഓൾ ദി എബവ് 11th ക്വസ്റ്റിന് 1, 2, 3, 4 4 വർക്ക്സും ഡി ക്വൻസിയുടെ വർക്ക്സ് തന്നെയാണ്. Choose the proper chronological sequence of some of the crucial events that signified the influence on the English literary scenario listed below. വീണ്ടും chronological sequence അല്ലേ, അത് നമ്മൾ ഇട്ടിട്ടുള്ള പല വീഡിയോസിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡ്വേർഡ് ആൽബർട്ടിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഒരു ബ്ലാക്ക് കളർ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് നല്ലൊരു ടെക്സ്റ്റ് ആണ്, ഞാൻ സൈഡിൽ അതിന്റെ പിക്ചർ മെൻഷൻ ചെയ്യാട്ടോ. ആ ടെക്സ്റ്റിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്രൊണോളജിക്കൽ വൈസ് ഓർഡറുകളെല്ലാം തന്നെ വ്യക്തമായി പഠിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഇവന്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഓർഡർ നമ്മൾ നോക്കി, ഇതും വിക്ടോറിയൻ ഏജിലെ ഇവന്റ്സ് തന്നെയാണല്ലേ. ക്യൂൻ വിക്ടോറിയ, ഫസ്റ്റ് റിഫോർമേഷൻ ആക്ട്, ക്രിമേറിയൻ വോർ, പബ്ലിക്കേഷൻ ഓഫ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. നമ്മുടെ ചാൾസ് ഡാർവിന്റെ ഈ വർക്ക് തന്നെയാണ് ആദ്യത്തെ വിക്ടോറിയൻ ഡിലേമയ്ക്ക്, വിക്ടോറിയൻ ആ ഒരു സയൻസ് ഓർ ഫെയ്റ്റ് വേണമെന്നുള്ള കോംപ്രമൈസിലേക്ക് എത്തുന്നത് തന്നെ ഈ ഒരു വർക്കിന്റെ പബ്ലിക്കേഷൻ മൂലമാണ്. അതായത് വിക്ടോറിയൻ ഏജിലെ ഫേമസ് ആയിട്ടുള്ള ഇവന്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലെ. ഈ ഫസ്റ്റ് റിഫോം ആക്ട് എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് എപ്പോഴാ? 1832 അതായത് കുറച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസും പ്രോപ്പർട്ടീസും അതിന്റെ കുറെ കാര്യങ്ങൾ റെപ്രസെന്റേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ഏതായിരുന്നു? ക്യൂൻ വിക്ടോറിയ അസെഷൻ ടു ദ ത്രോൺ. അത് നിങ്ങൾക്ക് അറിയാൻ നല്ല സാധ്യത ഉണ്ടാവും. കാരണം എന്താണ്? ക്യൂൻ വിക്ടോറിയ ത്രോണിൽ അസെൻഡ് ചെയ്യുമ്പോഴാണ് വിക്ടോറിയൻ ഏജ് തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ ക്യൂൻ വിക്ടോറിയ എപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ത്രോണിൽ അസെൻഡ് ചെയ്യുന്നത്? 1901 വരെ, 1837 തൊട്ട് 1901 വരെ ക്യൂൻ വിക്ടോറിയ തന്നെയായിരുന്നു രാജ്ഞിയായിട്ടുണ്ടായിരുന്നത്. ക്യൂൻ വിക്ടോറിയയുടെ മരണശേഷമാണ് വിക്ടോറിയൻ ഏജ് അവസാനിക്കുന്നത് തന്നെ. അടുത്തത് ക്രിമേറിയൻ വോർ. എപ്പോഴായിരുന്നു ക്രിമേറിയൻ വോർ സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ അധികം നോക്കിയിട്ട് പോകാത്ത ഒരു ഏരിയ ആയിരിക്കും അല്ലെ ഈ ക്രിമേറിയൻ വോർ. അതേപോലത്തെ അങ്ങനത്തെ കുറച്ച് ഇത് 1853 ആരംഭിക്കുകയും 1856 വരെ പോവുകയും ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് ആയിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ചാൾസ് ഡാർവിന്റെ വർക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ആ വർക്കാണ് ഇതിന് കാരണമാക്കിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, വിക്ടോറിയൻ കോംപ്രമൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന സയൻസ് വേണം, അത് മനുഷ്യരെ ഉണ്ടാക്കിയത് ദൈവമല്ല, അല്ലെങ്കിൽ മനുഷ്യരിങ്ങനെ ചേഞ്ചസ് സംഭവിച്ചു വന്ന ഒരു ബീയിങ് ആണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തിക്കുന്നത് ചാൾസ് ഡാർവിന്റെ ഈ ഒരു വർക്കാണ്. ആൻഡ് ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്, എന്നാ പബ്ലിഷ് ആവുന്നത്? 1859. അപ്പൊ ഇതിന്റെ ഓർഡർ വരുന്നത് ഫസ്റ്റ് റിഫോം ആക്ട്, ക്യൂൻ വിക്ടോറിയ സെഷൻ ത്രൂ ത്രോൺ, ക്രിമേറിയൻ വാർ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓതർ ഓഫ് ബാരക് റൂം ബാലറ്റ്, റുഡിയാർഡ് കിപ്ലിംഗ്. നമുക്ക് കിപ്ലിങ്ങിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആദ്യത്തെ വർക്ക് ഏതായിരുന്നു? കിപ്ലിംഗ് ഒരു ചൈൽഡിഷ് റൈറ്റിംഗ്സ് എഴുതുന്ന ഒരു ഇതാണ്. നമുക്ക് കിപ്ലിങ്ങിനെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന രൂപം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മൗഗ്ലിയും ജംഗിൾ ബുക്കും ആണ് അല്ലെ. കാരണം നമുക്ക് അത്ര നല്ല ഷോർട്ട് സ്റ്റോറീസ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സിനിമകളാക്കി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജംഗിൾ ബുക്ക് മൗഗ്ലി എന്നുള്ള പേരിലും പല പേരിലും സിനിമകളാക്കി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് എല്ലാം തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് എല്ലാം തന്നെ കുട്ടികളുമായി ബേസ്ഡ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആയിരുന്നു. അപ്പൊ ഈ ബാരക് റൂം ബാലഡ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് നമ്മുടെ സ്വന്തം കിപ്ലിങ്ങിന്റെ വർക്ക് തന്നെയാണ്.
ഈ ബാരക് റൂം ബാലറ്റ്സ് ആൻഡ് അതർ വേഴ്സസ് എന്നും കൂടെ ഉണ്ട് അതിന്റെ സബ് ടൈറ്റിൽ ആയിട്ട്. ഇതൊരു പോയമാണ്, റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ പോയമാണ്. ഇതിന്റെ അകത്ത് ഒരുപാട് സീരീസ് ഓഫ് പോയംസ് അദ്ദേഹം ഡീൽ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം തന്നെ തീം വരുന്നത് ബ്രിട്ടീഷ് ആർമിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, അതേപോലെ പ്രോപ്പർ വെർനാക്കുലർ ഡയലക്റ്റിൽ അവിടുത്തെ ആ ഒരു ഡയലക്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് വർക്ക് ആയിരുന്നു ഈ ബാരക് റൂം ബാലഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് അത്യാവശ്യം ഫെയിം കൊടുത്തിട്ടുള്ള ഒരു വർക്കും കൂടിയായിരുന്നു ഇത്. Who said my subject is war and pity of war? The poetry is in the pity. വിൽഫ്രഡ് ഓവൻ. നമുക്ക് വാർ പോയിറ്റ്സിനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള പോയിംസും പോയിറ്റ്സും തന്നെയായിരുന്നു. മാച്ച് ദ നൊബേൽ laureate in literature to list one to the year in which they won the prize. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യത്തിൽ നമ്മൾ മുടങ്ങാതെ പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യം തന്നെയായിരുന്നു ബുക്കർ പ്രൈസും ബുക്കർ പ്രൈസ് വിന്നേഴ്സിന്റെയും കാര്യം. സാമുവൽ ബെക്കേറ്റിന്റെ ബുക്കർ പ്രൈസ് കിട്ടിയത് നൊബേൽ പ്രൈസ് കിട്ടിയത് 1969-ലും, സീമസ് ഹീനിക്ക് കിട്ടുന്ന 1995-ലും, ടി.എസ്. എലിയറ്റിന് കിട്ടുന്ന 1923-ലും, ടി.എസ്. എലിയറ്റിന് കിട്ടുന്ന 1948-ലും, എച്ചിന് കിട്ടുന്ന 1923-ലുമാണ്. ആൻഡ് ഇറ്റ്സ് ഓപ്ഷൻ option C. Dash is a sudden spiritual manifestation, whether in the vulgarity of speech or a gesture of a memorable pace of the mind itself. This is a definition of dash. ഓക്കെ, ഈ എപ്പിഫാനി എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എപ്പിഫാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ഇവന്റ് ആണ് ഈ എപ്പിഫാനി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബേബി ക്രൈസ്റ്റിനെ ബെത്ലഹേമിലേക്ക് ഈ മജായിസ് അവർ കാണാൻ പോയിട്ടുള്ള ഒരു കാര്യവും, അതേപോലെ പെട്ടെന്ന് സഡൻ മൂമെന്റ് ഓഫ് റിയലൈസേഷൻ ആണ് എപ്പിഫാനി ആയിട്ട് വരുന്നത്. സോ അതിന്റെ ആൻസർ എപ്പിഫാനി ആണ്. നമുക്ക് നോക്കാം, ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. Which among the following works did Seamus Heaney dedicate in memory of Ted Hughes? Ted Hughesന് വേണ്ടി സീമസ് ഹീനിയുടെ ഡെഡിക്കേഷൻ ഏതായിരുന്നു? ബെയർവുൾഫ് എ ന്യൂ വേഴ്സ് ട്രാൻസ്ലേഷൻ. Match the following poets and the works. Dylan Thomas, Ezra Pound, Philip Larkin, Thomas Gunn. ഇതും നമ്മൾക്ക് വലിയ പ്രശ്നം സമ്മാനിക്കാത്തൊരു ചോദ്യമായിരുന്നു അല്ലെ. ഡിലൻ തോമസിന്റെ വർക്ക് എന്ന് പറയുന്നത് ഡു നോട്ട് ഗോ ജെന്റൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ആൻഡ് എസ്ര പൗണ്ട് എന്ന് പറയുന്നത് ഹൈ സ്വീൽ മുബലറി. ഫിലിപ്പ് ലാക്കിംഗ് എന്ന് പറയുന്നത് ആംബുലൻസസ്. ആൻഡ് തോമസ് ഗൺ എന്ന് പറയുന്നത് ഇൻ സാന്റാ മറിയ ഡെൽ പെയ്ലോ. Who are the winners criticized as the materials by Virginia Woolf in modern fiction? Modern fiction നമുക്ക് പഠിക്കാനുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. അതിനകത്ത് പറയുന്നത് Arnold Bennett, John Glassworthy, and H.G. Wells. Which among the following offers the correct chronological sequence of works of James Joyce? James Joyceനെ നമുക്ക് മോഡേണിസ്റ്റ് റൈറ്റിംഗ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റൈറ്റർ ആയിരുന്നു ജെയിംസ് ജോയ്സ്. ഡബ്ലിനേഴ്സ്, പോർട്രേറ്റ്, ഉലീസസ്, ഫിജീനിയൻ വീക്ക്. ഡി ആണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. Which among the following plays did cause outrage and riots when it was first performed in Abbey Theatre? അത് ജെയിംസ് ഇൻഡയുടെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറഞ്ഞ വർക്ക് ആയിരുന്നു. അതിന് കാരണമുണ്ട്. അതായത് ഈ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ക്രിസ്ത്യൻ ബിലീഫ്സിനും കാര്യങ്ങൾക്കും നേരെ ഉൾട്ടയായിട്ട്, നേരെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് തെറ്റുകൾ ചെയ്യുന്ന ആളെ ഭയങ്കര പ്രൈസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു നറേഷൻ ഉള്ള ഒരു വർക്ക് ആയിരുന്നു. Whose role did Roger Bling, the director, play when In Attendant Godot was premiered at Theatre de Babylon? പോസോ. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഇത്രയും ഡീറ്റെയിലേക്ക് പലപ്പോഴും കടന്നു പോകാറില്ല. നമുക്കിപ്പോ എൻ അറ്റൻഡന്റ് ഗോദോ, വെയിറ്റിംഗ് ഫോർ ഗോദോ സാമുവൽ ബെക്കേറ്റ് ആണെന്നും, അതുപോലെ നമ്മുടെ ഈ പറയുന്ന എബ്സേർവ് തിയേറ്ററിന്റെ എക്സാമ്പിൾ ആണെന്നും, പോസോനെ, ലക്കീനെയും, അതേപോലെ നമ്മുടെ എസ്ട്രജിനെയും വ്ലാഡിമറെയും ഒക്കെ നമുക്ക് പരിചയമുണ്ട് അല്ലെ. പക്ഷെ എന്നാലും ഇത് നോക്കിക്കേ, അതിന്റെ ഒരു പ്ലേ നറേറ്റ് ചെയ്തപ്പോ അതിലെ ഡയറക്ടറിന്റെ റോൾ ചെയ്തത് ആരായിരുന്നു, അല്ലെങ്കിൽ ഡയറക്ടർ ചെയ്ത റോൾ എന്തായിരുന്നു? ഒരു പക്ഷെ അടുത്ത പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വേറെ രീതിക്ക് ചോദിക്കപ്പെട്ടേക്കും. ഇതിന്റെ ഡയറക്ടർ ആരായിരുന്നെന്നും, ഇത് ഫസ്റ്റ് പ്ലേ ചെയ്തത് എവിടെയായിരുന്നു എന്നും, അല്ലെങ്കിൽ പോസോ ആയിട്ട് റോജർ ബ്ലിങ് ഈ ഒരു എൻ അറ്റൻഡന്റ് ഗോദോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് ഏത് തിയേറ്ററിലാണ് ഇത് സ്റ്റേ ചെയ്തതെന്നും, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഈ ഒരു 20 സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്നും ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ചിൽഡ്രൻ ഓഫ് വയലൻസ് is a series of 5 novels written by Doris Lessing. Choose the correct comments of Aristotle Poetics. Tragedy is addressed to an inferior public. Epic is superior to tragedy. Tragedy is superior to epic. Epic is addressed to cultivated audience. ഇന്നത് 1, 3 and 4. അതായത് എപ്പിക്കിന് അവിടെ എപ്പിക് എന്ന് പറഞ്ഞ ട്രാജഡിനേക്കാൾ ഇൻഫീരിയർ ആയിട്ട് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. Who among the following argued that complete equivalence cannot take place in translation and declared only creative transposition is possible? Roman Jacobson.
Choose the correct statements about Longinus on the supply. നമ്മൾ നോക്കിക്കേ, അരിസ്റ്റോട്ടലും ലോഞ്ചൈനസും ക്ലാസിക് ക്രിട്ടിക്സിനെ ഒന്നും വിട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അത് 1ഉം 4ഉം മാത്രമാണ് വരുന്നത്. ലോഞ്ചൈനസ് ബിലീവ് ദാറ്റ് ഇൻ ഒഡീസി ഹോമർ couldn't preserve the sustained energy of the Iliad. According to Longinus, Scapo, an experimental skill in taking up the most striking emotions to combine them into a single whole. The term ഇത് ഒരുപാട് പ്രാവശ്യം ടോസ് അക്കാഡമിയിൽ നിന്നും കൊടുത്തിട്ടുള്ള പബ്ലിക് വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വേർഡിന്റെ കാര്യത്തെ കുറിച്ച്. എന്താണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നും നെഗറ്റീവ് കേപ്പബിലിറ്റി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തുവെന്നും അത് നെഗറ്റീവ് കേപ്പബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീറ്റ്സ് കോട്ട് ചെയ്ത ഷേക്സ്പിയറെ ആണെന്നും ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 വരുന്ന ഒരു ചോദ്യം. സോ 27ന്റെ ആൻസർ വരുന്നത് നെഗറ്റീവ് കേപ്പബിലിറ്റി ആണ്. For Coleridge, dash is the arbitrary bringing together of things that lie remote and forming them into a unity. Fancy. Who among the following is not a leading figure of Frankfurt School of Marxist aesthetics? നമ്മുടെ അവസാനത്തെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓപ്ഷൻ ഡി ആണ്. മാച്ച് ദ ഫോളോയിങ് ടെക്സ്റ്റ് ആൻഡ് ദ പാസേജസ്. ടെക്സ്റ്റുകളും പാസേജുകളും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള വർക്ക്സ് ആണ്. എപ്പോളജി ഫോർ പോയിട്രി, അതേപോലെ അപ്പോളജി ഫോർ പോയിട്രി ബൈ ഫിലിപ്പ് സിഡ്നി, പ്രിഫേസ് ടു ഷേക്സ്പിയർ ബൈ ഡോക്ടർ ജോൺസൺ, ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് ബൈ ടി.എസ്. എലിയറ്റ്, ആൻഡ് ദ പാരഡോക്സ് ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ബൈ ക്ലിയാന്ത ബ്രൂക്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ക്രിറ്റിസിസം ഭാഗമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിട്ടുള്ള ടെക്സ്റ്റുകൾ തന്നെയാണ്. And it's option B, A to 4. A to 4, B to 1, C to 2, and D to 3. Identify the wrong statements about Roland Barthes' essay Death of the Author. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ സിലബസിന് പുറത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. Identify the wrong statements ആണ്. Barthes views are nothing but a restatement of the new critical dogma about a literary work of autonomy. അവനെ കുറിച്ച് ബാത്ത് സംസാരിക്കുന്നില്ല. According to Jacques Derrida, dash implies all forms of thought based on authorizing foundation characteristics of Western philosophy since Plato. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോഗോസെൻട്രിസിസം ആണ്. ലോഗോസെൻട്രിസം എന്ന് പറയുന്ന വേർഡിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് ഡെറിഡ ഈ ഒരു ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ബിലീഫ് ദാറ്റ് ഇസ് എൻ അൾട്ടിമേറ്റ് റിയാലിറ്റി. എല്ലാത്തിനും മുകളിലായിട്ടൊരു അൾട്ടിമേറ്റ് റിയാലിറ്റി, ഒരു ഓതറൈസിങ് ഫൗണ്ടേഷൻ ഉണ്ട്. ഓർ സെന്റർ ഓഫ് ട്രൂത്ത് that can serve as the base of all thoughts of our action. നമ്മുടെ എല്ലാ ചിന്തകൾക്കും നമ്മുടെ എല്ലാ ആക്ഷനും, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു ലോഗോസെൻട്രിക് വേൾഡ് ആണ്. നമ്മുടെ എല്ലാം തന്നെ ഇറ്റ്സ് ഗ്രൗണ്ടഡ് ടു സംതിങ്. ഒന്നെങ്കിൽ ദൈവമായിരിക്കാം, ഇല്ലെങ്കിൽ റീസൺ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ആയിരിക്കാം, നമ്മുടെ ട്രൂത്ത് ആയിരിക്കാം, ഹ്യൂമാനിറ്റി ആയിരിക്കാം, എന്താ പറയുക തുടക്കമായിരിക്കാം, അവസാനമായിരിക്കാം, എന്തോ ആകാം. നമ്മളെല്ലാം തന്നെ വി ആർ ബിലീവ് ടു എ സെന്റർ. അതായിരുന്നു സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി ഉണ്ട് നമുക്ക്. And choose the correct chronological sequence of feminist criticism. Second section, feminist mystique, sexual politics, and literature of their own. Who translated the section of Namido Dhasal poem in English published under the title Namido Dhasal Poetry of Underworlds? ഇത് നമുക്ക് അത്ര ഒരു പരിചയം ഇല്ലാത്തൊരു സെക്ഷൻ ആയിരുന്നു. And it was by Dilip Chitri. ഓക്കെ, അപ്പൊ നമുക്കൊരു 80% ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയമുള്ളതും ഒരു 20% നമുക്ക് അത്ര പരിചയം ഇല്ലാത്തതും പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയത് കാരണം നമുക്ക് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ദിലീപ് എന്ന് പറയുന്ന നമ്മുടെ ദിലീപ് ചിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പോയിറ്റും ഇന്ത്യൻ ക്രിറ്റിക്കുമാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ എമേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു അദ്ദേഹം. Staying Alive, A Woman, Ecology and Development is a work by Vandana Shiva. And who among the considered as the holy trinity of colonial discourse analysis? Edward Said, Gayatri Spivak and Homi K. Baba. നമ്മുടെ ആ കവിത്രയങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇവരെയാണ് പോസ്റ്റ് കൊളോണിയലിൽ ഹോളി ട്രിനിറ്റി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. Who among the following is generally regarded as the father of Alankara school of Sanskrit poets? Bama. Match the following. അതില് ഓപ്ഷൻ എ ആണ് കാവ്യാംഗ സൂത്ര, വാമന, ലോചന എന്ന് പറയുന്നത് അഭിനവ് ഗുപ്ത, വക്രോച്ചൻ എന്ന് പറയുന്നത് കുന്തക, ആൻഡ് ധ്വന്യലോക എന്ന് പറയുന്നത് ആനന്ദ വർദ്ധന. ഇതും
നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യോക്നോപെട്ടോവ ഇസ് എ ഫിക്ഷണൽ സിറ്റി ക്രിയേറ്റഡ് ബൈ വില്യം ഫോക്നർ. നമ്മൾ ഫിക്ഷണൽ സിറ്റീസും ടൗൺസും ഒക്കെ നമ്മൾ എപ്പോഴും നോക്കാറുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. മാച്ച് ദ ഫോളോയിങ് ഡ്രമാറ്റിസ്റ്റ് ആൻഡ് ദ തിയേറ്റർ. എഡ്വേർഡ് ബോണ്ട് നമ്മുടെ റാഷണൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു അല്ലെ. എഡ്വേർഡ് ബോണ്ട് ആണ് നമ്മുടെ ഷേക്സ്പിയറിന്റെ കിങ് ലിയറിനെ ലിയർ എന്ന് പറയുന്ന പേരിൽ മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് എഴുതിയ വ്യക്തി. ആൻഡ് അമരി ബരാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെവല്യൂഷണറി തിയേറ്റർ. ബ്രെക്റ്റ് നമുക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു എപ്പിക് തിയേറ്റർ ആണ്. ആൻഡ് ടെൻസി വില്യംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്ലാസ്റ്റിക് തിയേറ്റർ. നമുക്ക് അത്ര പരിചയമില്ലായിരുന്നു ആ ഒരു തിയേറ്റർ. നമുക്ക് ആദ്യത്തെ പരിചയം ഉണ്ടായിരുന്ന എപ്പിക് തിയേറ്ററും റാഷണൽ തിയേറ്ററും റെവല്യൂഷണറി തിയേറ്ററും കുറച്ചു പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. Choose the correct chronological sequence of American novels given below. Moby Dick, Adventures of Huckleberry Finn, Grapes of Wrath, Hurons. നിങ്ങൾ അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നമുക്കൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുതൽ തന്നെയാണ്. കാരണം നമ്മളെ ഏറ്റവും നന്നായിട്ട് നെക്സ്റ്റ് എക്സാമിലേക്ക് നമ്മളെ ഒന്ന് മോണിറ്റർ ചെയ്യാനും നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനും നമ്മളെ ഒന്ന് ടേൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോബി ഡിക്ക് എടുത്ത് വായിക്കാം, അഡ്വഞ്ചേഴ്സ് ഹക്കിൾബറി ഫിൻ വായിക്കാം, ഗ്രേപ്സ് ഓഫ് വാത്ത് നോക്കാം, ഹീറോയിൻസ് നോക്കാം. ഇവരുടെ ഈ റൈറ്റേഴ്സിനെ ഇപ്പൊ എഡ്വേർഡ് ബോണ്ട് കണ്ടു, അപ്പൊ എന്താണ് റാഷണൽ തിയേറ്റർ നോക്കി, അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് തിയേറ്റർ നോക്കി. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ യു ക്യാൻ ഡെവലപ്പ് യുവർ ഓൺ നോട്ട്സ്. ഏറ്റവും ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. American Renaissance art and expression of poets shares the common features listed below. അതെന്ന് പറയുന്നത് റോബർട്ട് ലോവൽ, സിൽവിയ പ്ലാത്ത് and ആനി സെക്സ്റ്റൺ. Who among the following won the prestigious Hawthorne Prize in 1957 to 58 for his collection at beginning? Don Morris. Find out Chinua Achebe African trilogy from the following. Things Fall Apart, No Longer at Ease, Arrow of God. ലിസ്റ്റ് അവാർഡും വിന്നേഴ്സും നമുക്കറിയാം. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അരുന്ധതി റോയ് ടു ബുക്കർ പ്രൈസ് ആണ് 8-4. മഞ്ജുള പത്മനാഭന് കിട്ടിയിട്ടുള്ളത് ഒമാഷ്യസ് പ്രൈസ് ഫോർ 1997. ജുംബ ലാഹരിക്ക് കിട്ടിയിട്ടുള്ളത് പുലിറ്റ്സർ പ്രൈസ്. റോബിൻസൺ മിസ്ട്രിക്ക് കിട്ടിയിട്ടുള്ളത് ദ കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ്. Collected poems of A.K. Ramanujan has been divided into 4 sections. Which among the following correct chronological sequence? Striders, relations, second sight, the black hymn. The analogical creation of a new word from an existing word, falsely assumed to be its derivative, is called back formation. നമുക്ക് word formation techniques ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. Choose the correct statement about Werner's law from the following. Werner's lawയും Grimm's lawയും ഒക്കെ ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കുന്ന എല്ലാവരും നോക്കിയിട്ട് പോകുന്ന ഉറപ്പായിട്ടുള്ള സെക്ഷൻസ് തന്നെയായിരുന്നു. Werner's law was first published in 1917. Werner's law describes a historical sound change in the Proto-Germanic language. Correct ആണ്. According to this law, voiceless fricatives followed by an unstressed syllable became voiced fricatives. 2 and 3 are the correct. ഇതും അതായത് നമ്മുടെ ഈ വേർഡ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, വേർഡ്സിന്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് നമ്മുടെ ലോൺ വേർഡ്സും അതൊക്കെ ഏത് ലാംഗ്വേജിൽ നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇംഗ്ലീഷ് പ്ലേസ് നെയിംസ് ഡെർബി, ഗ്രീൻസ്ബൈ, റഗ്ബി etc. are said to be clear evidences of dash influence. It was clear evidence of Scandinavian influence. The Owl and the Nightingale is one of the better known poems of dash period, Middle English poem. Author of Marks of Conquest, Gauri Vishwanathan. The silent way of language teaching was devised by Galip Getino. Choose the correct statements about summative evaluation given below. അത് 1 and 3 ആണ്. സമ്മേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നടത്തുന്ന ഇവാലുവേഷൻ ആണ് നമ്മൾ സമ്മേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത question, dash usually refers to teaching the English language to university students or people already in employment with reference to a particular vocabulary or skill. ഇത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടേംസിന്റെ അബ്രിവിയേഷൻ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് എന്ന്. ഇംഗ്ലീഷ് ആസ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഇവിടെ ദേ നോ ഇംഗ്ലീഷ്. ഇവിടെ അവർക്ക് ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ല. ഇവിടെ അവർക്ക് എല്ലാവർക്കും അറിയാം, ദേ ആർ ഓൾറെഡി എംപ്ലോയ്ഡ്. പക്ഷെ എന്തോ പെർട്ടിക്കുലർ വൊക്കാബുലറിക്ക് വേണ്ടി ദേ ആർ ഗിവിംഗ് എ ട്രെയിനിങ്. സോ അവിടെ ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട് അവർക്ക്. ദാറ്റ് ഈസ് കോൾഡ് ESP. അടുത്തത് നിങ്ങൾക്കറിയാം, ഇന്റോണേഷനും അസിമുലേഷനും എലീഷനും സ്ട്രെസ്സും. ഇന്റോണേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു പിച്ച് ആണ് അല്ലെ. അസിമുലേഷൻ എന്ന് പറഞ്ഞാലോ ഒരു സൗണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള സൗണ്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്ന രീതിയാണ് അസിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് എലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ certain സൗണ്ട്സിന്റെ ഡെലീഷൻ ആണ് പറയുന്നത്. ആൻഡ് സ്ട്രെസ്, നമ്മളൊരു പ്രത്യേക സൗണ്ടിനോ അല്ലെങ്കിൽ പ്രത്യേക സിലബിളിനോ നമ്മൾ അധികം പ്രോമിനൻസ് കൊടുത്ത് സംസാരിക്കുന്ന രീതിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. Sir Walter Scott novel set in Palestine during the Crusade, Talesman. 4 Quarters was published as a book in 1943. The period of 1774 to 1784 is known as the Age of Sensibility.
Who edited the influential anthology New Lines, which marked the beginning of movement poetry in 1956? Robert Conquest. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലേക്ക് ആകെ ടെൻഷൻ ആയി കാണും അല്ലേ? ഈശ്വരാ, ഞാൻ എങ്ങനെ പഠിച്ച് സെറ്റ് എഴുതിയെടുക്കും? പേടിക്കണ്ട. നിങ്ങൾ പഠിക്കുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം, അതിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി ചെയ്താൽ മതി. നിങ്ങൾ പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അതായത് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പോട്ടെ, അല്ലെങ്കിൽ ഇത് ഞാൻ എന്തിനാ ഇതിന്റെ ഈ ഡേറ്റ് നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഈ ക്യാരക്ടർ പഠിക്കുന്നത്, അങ്ങനെ പഠിക്കരുത്. ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ അത് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ടും ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക. അതേപോലെ സിലബസിലെ ഓരോ മൊഡ്യൂളിനും പ്രാധാന്യമുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മിസ്സേ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാ, അല്ലെങ്കിൽ ഏത് ഒഴിവാക്കാൻ പറ്റുന്നതെന്ന്? ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള സത്യം തന്നെയാണ്. പിന്നെ അവസാനം നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിനും ഒക്കെ ആയിട്ട് നമ്മളുടെ ഒരു ഔചിത്യ ബോധത്തിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ച് ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അത് നമ്മളുടെ ഒരു ഔചിത്യം മാത്രമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവര് ആ ഔചിത്യം കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതേപോലെ ഒരു 80% ക്വസ്റ്റ്യനും നിങ്ങളുടെ സിലബസ് ബേസ്ഡും ഒരു 20% ഓഫ് ക്വസ്റ്റ്യൻസ് മറ്റു ഭാഗങ്ങളിൽ നിന്നും ചോദിച്ചേക്കാം. അതേപോലെ ലിറ്ററേച്ചറിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് എന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അതായത് ലിറ്ററേച്ചർ ഓതേഴ്സും ക്യാരക്ടേഴ്സും ഒന്നുമല്ല, ക്രിമേറിയൻ വേറും അങ്ങനത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസിനെ ചെക്ക് ചെയ്യണം. സിലബസിലെ ഓരോ ഭാഗവും പ്രാധാന്യമുള്ള ഭാഗം തന്നെയാണ്. ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, കുറച്ച് ദിവസം കഴിയട്ടെ, റിസൾട്ട് വരട്ടെ, ഒരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി നീക്കുന്നവരോട് ഓരോ നിമിഷവും പ്രാധാന്യമുള്ളതാണ്. മാക്സിമം ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഒഴിവാക്കുക. എത്രത്തോളം നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തൊക്കെ കയ്യിൽ സൂക്ഷിച്ചാലും നിങ്ങളുടെ ഓൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ പ്രശ്നം നമുക്ക് നോക്കിയും മനസ്സിലായില്ലേ? ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന്. അതിലൊരു മസ്റ്റ് ബൈ ടെക്സ്റ്റ് ആണ്. എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഇത് കാണുന്ന കുട്ടികളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഇഫ് യു ആർ ട്രൈങ് ടു ക്രാക്ക് സെറ്റ് എക്സാം related to English literature ആണെങ്കിൽ definitely you have to buy history of English literature. ഈ ടെക്സ്റ്റ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് വാങ്ങണം. വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 270 below 300 you will get the text. അത് മാത്രമല്ല നെറ്റിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. സോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വാങ്ങി എത്രയും വേഗം rush, study yourself, prepare yourself. All the best. Thank you.